എന്താണ് പഠിച്ചോനെ കക്കാനും പിടിച്ചു പറിക്കാനും പറഞ്ഞ നിങ്ങൾ ചെയ്തോ? ഇജ്ജി പറഞ്ഞ അതുപോലെ നമ്മൾ അങ്ങോട്ട് അനുസരിക്കൂലേ? ഡാ കട്ടും പിടിച്ചരച്ചുണ്ടാക്കിയതാ. എന്നാലും ഇത്രയും വലിയൊരു കള്ളെ നിങ്ങൾ ഉള്ളിൽ ഒളിച്ചു കുത്തിരിക്കുന്ന കാര്യം ഞാൻ ഇപ്പോഴറിഞ്ഞേ. ഒരു ദിവസം കൊണ്ട് 2 ലക്ഷം ഉറുപ്പ്യ. നിങ്ങള് ബണ്ടി ചോറിനടുത്ത് ട്രെയിനിങ്ങിന് പോയിനേ? ഇല്ല, കക്കല് പഠിക്കാൻ നമ്മൾ ബിഎഡിനൊന്നും പോയിട്ടില്ല. അതാണ് മൂസാന്റെ കഴിവ്. ഈ കഴിവ് കണ്ടുകളെ പോലീസ് പിടിച്ചാലോ? ആ, പോലീസ് പിടിച്ചാ മീൻ കച്ചവടമൊക്കെ ഈ ശരിക്കും നോക്കുക, മക്കളെയൊക്കെ നന്നായിട്ട് പോറ്റുക. പഠിച്ചോനെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് 2 ലക്ഷം ഉറുപ്പ്യ കട്ട് പോന്നിക്ക? ഇനിയിപ്പൊ നിങ്ങളെ ജയിലിൽ വന്ന് കാണേണ്ടി വരുമല്ലോ. ജയിലിക്ക് പുല്ലാണ് പത്തുവോ, പുല്ല്. അനക്കും വേണ്ടി നമ്മള് ജയിലും പോവും. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ പോണ്ട. നിങ്ങളെ നമ്മൾ അങ്ങനെ വിടൂല. എന്റെ പാത്തുവോ, ഇതേ ബൈന്ന് വീണ് കിട്ടിയതാ. നിങ്ങൾ ശരിക്കും നോക്കിയേക്കണോ? ഇത് കള്ളനോട്ടാണെങ്കിലോ? നിങ്ങൾ ഇത് എവിടെയും പോയി കൊണ്ട് കൊടുക്കുമ്പോ പോലീസ് വന്ന് നിങ്ങളെ പൊക്കേ. ഇത് അസല് നോട്ട് തന്നെയാണ് പാത്തുവോ. ബാങ്കിന്റെ പേരും സീലൊക്കെ ഉണ്ട് ഇതിന്റെ മേലെ, അതാ കണ്ടല്ലോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ തന്നെ പോയിട്ട് നാത്തുവിന്റെ പണ്ടങ്ങോട്ട് എടുത്തോളി. പിന്നെ ഞമ്മക്കൊരു പൊര വാങ്ങണം. പൊരെന്തെങ്കിലും വേണ്ട, ഫ്ലാറ്റ് ആയാലും മതി. എനിക്ക് എടുത്ത് വെച്ചിരിക്കണം 2 ലക്ഷം ഉറുപ്പ്യക്ക് കോഴിക്കോട് അങ്ങാടിയിൽ ഫ്ലാറ്റ്. ഒന്ന് പോടിയായിരുന്നു. മാണ്ടേ, ഞമ്മക്ക് എന്നാല് ബാക്കി 1.5 ലക്ഷം ഉറുപ്പ്യ ബാങ്കിലിടാ. സ്ഥലം വാങ്ങുമ്പോ എടുക്കാലോ. ഇതിന്റെ അകത്ത് ഒരു 5 ദിവസം എടുക്കാൻ നമ്മൾ സമ്മതിക്കൂല. ഇത് ആരാന്റെ കയ്യാ? ഇതിൽ ഞമ്മക്ക് ഒരു അവകാശവും ഇല്ല. പിന്നെ എന്തെങ്കിലും ഇങ്ങോട്ട് കൊണ്ടോ നിന്നെ കാണിച്ചതേ, എന്നെ മോഹിപ്പിച്ചതേ. ബാഗ് വീണിട്ടിയപ്പോ നമ്മളുള്ളിൽ ആർത്തി അങ്ങോട്ട് ഉണർന്നു, നമ്മളുള്ളിൽ സൈത്താൻ അങ്ങോട്ട് ഉണർന്നു. ആ സൈത്താൻ എപ്പോഴായിരുന്നു ഉറങ്ങിയേ? എപ്പോഴും ഉണർത്തി തന്നെയല്ലേ കുത്തിരിക്കല്? ആ സൈത്താൻ നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണിത്. അല്ലെങ്കിൽ നമ്മളിത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തീനി. ഹിഞ്ചുള്ളിലുണ്ട് ഒരു സൈത്താൻ. അന്റെ ഉള്ളിൽ സൈത്താൻ എന്നല്ലേ? ഈ പൈസ ഇവിടുന്ന് എടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്താൽ ഇഞ്ചുള്ളിലെ സൈത്താൻ ഉണരൂ. അതിന് പിന്നെ മുന്നും പിന്നെ നോക്കാനില്ല. ഇവിടെ നിങ്ങൾ ആരെങ്കിലും കൊണ്ടാലെടുത്ത് ഞാൻ വിട്ടു, അല്ലെങ്കിൽ തന്റെ കൈയോണ്ട് ഞെരിക്കുങ്ങളാ. പഠിച്ചോനെ, കായ് കണ്ട് പിരാന്തായിന്നോ തോന്നുന്നത്? പിരാന്തുകളെ മറ്റോ ദാ ഈ കടുപ്പമുറിന്റെ അപ്പുറത്തേക്ക് ഒരൊറ്റ നോട്ടും പോവില്ല. പോവാൻ ഞാൻ സമ്മതിക്കൂല. ഫാത്തിമയാണ് പറയണേ. അതാരാ? നമ്മളറിയാത്തൊരു ഫാത്തിമ? ഞാൻ തന്നെ ഫാത്തിമ. ആ, നമ്മളിപ്പോഴാ ഓർത്തേ അന്റെ ശരിക്കുള്ള പേര് ഫാത്തിമ എന്നാണല്ലോ അല്ലേ? ഈ ബാഗ് പൈസ എന്റെ കസ്റ്റഡിയിലാക്കോ. ഓരോരോ ആവശ്യങ്ങൾ തീർക്കാനുണ്ട്. അതിന് തടസ്സം നിന്നാണ്ടല്ലോ സൈത്താന് കെട്ടിയോനോ കെട്ടിയോളൊന്നും ഇല്ല. അതെനിക്ക് പണ്ടല്ലോ. അല്ല സൈത്താനെ, നമ്മളും ചോദിക്കട്ടെ, ആരെങ്കിലും പൈസ ചോദിച്ച് പെരയിൽ വന്നാൽ നമ്മളെന്താ കാട്ടുക? ഈ നോട്ടുമിൽ എഴുതി വെച്ചിക്കണോ ഇതാരെ പൈസയാണിത്? ബാഗ് കണ്ടവർക്ക് മനസ്സിലാവൂലേ? ഒരു ബുദ്ധിയില്ലേ മനുഷ്യനെ. ബാഗ് കാണിച്ചു കൊടുക്കാൻ പോയാലല്ലേ ഇതങ്ങ് കാണിച്ചു കൊടുക്കാൻ പോയാൽ കൊന്നാളുകളെ. ഒരു 5 പൈസന്റെ വിവരമില്ലല്ലോ മീൻ തലയാ. എടി, 5 പൈസന്റെ വിവരമില്ലെങ്കിൽ റോട്ടുമ്പോൾ കിടക്കുന്ന പേഴ്സ് എടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുവോ? നിങ്ങളല്ലേ ചെയ്തേ? നിങ്ങൾ ഉള്ളിൽ കിടക്കുന്ന സൈത്താനെ ചെയ്ത നിങ്ങളല്ലേ പറഞ്ഞേ? ഇത് തലക്കൽ വെച്ചാൽ നമുക്ക് ഉറക്കം കിട്ടൂല പാത്തുവോ. നിങ്ങളത് തലക്കൽ വെക്കണ്ട. നിങ്ങളോട് ആരാ അത് തലക്കൽ വെച്ച് ഉറങ്ങാൻ പറഞ്ഞത്? തലക്ക് തലാണ വെക്കണം കേട്ടോ. ഇത് ഞാൻ എടുത്ത് അലമാറിയിൽ വെക്കും. എടുക്കട്ടെ. ആരാന്റെ പൈസ പെരയിൽ വെച്ചാല് സമാധാനം കിട്ടൂല പാത്തുവോ. ഞമ്മക്ക് കിട്ടോ? അതൊക്കെ നിങ്ങളെ തോന്നലാക്കി നല്ല പറയാ എന്നോട്. അങ്ങനെ വല്ല ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ഉള്ളിലെ സൈത്താനെ കുലുക്കി വിളിച്ചാൽ മൂപ്പർ നിങ്ങളെ സമാധാനിപ്പിച്ചോളൂ. താക്കോലും കൂടി കൊണ്ട പാത്തുവോ. ഈ നിങ്ങൾക്ക് ഇത് കിട്ടൂല. പണയ പണ്ടെടുക്കാൻ 1.5 ലക്ഷം ഉറുപ്പ്യ എടുത്ത് ഞാൻ അങ്ങോട്ട് തരും. അങ്ങനെ ഓരോരോ അത്യാവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടിട്ട് അതിലെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തരും. ആരോ അത്യാവശ്യം നിവർത്തിക്കാൻ വെച്ച പൈസ വയ്ക്കും പാത്തുവോ. ഓൾക്ക് മാത്രമേ ഉള്ളൂ അത്യാവശ്യം. അത്യാവശ്യമുള്ള റോട്ടുമല പൈസ കൊണ്ടിടല് ഞമ്മക്കും ഉണ്ട് അത്യാവശ്യം. അതിന് പഠിച്ച കൊണ്ട് തന്ന പൈസയത്. നിങ്ങൾ കൂടെ മാറി, ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, ആർ തന്നെ നിന്നോളി. പഠിച്ചവനോട് പ്രാർത്ഥിച്ചോടെ ഇനിയും പൈസ റോഡുമ കൊണ്ടുതരേ. ഇന്ന് തീരാണ് മുസക്കായെ നമ്മൾ തമ്മിലുള്ള ബന്ധം. ഞാനും ഇഞ്ച കുട്ടികൾ നെറ്റിക്ക് പോവുക. അല്ല, അവിടെ പോയി എനിക്ക് നാത്തൂനെ കണ്ടു വരില്ലേ? നാത്തൂനോട് ഞാൻ പറയൂ, എല്ലാം ഇട്ടെറിഞ്ഞിട്ടാ നമ്മൾ കൂടെ പോകുന്നേനെ. ഓളോട് എന്തിനാ അതൊക്കെ പറയണത്? പണ്ടില്ലാണ്ട് ഞാനിങ്ങനെ അങ്ങോട്ട് കയറി ചെല്ലിയ മൂസക്കാനെ മാണ്ടാന്ന് വെച്ചിട്ടാ ഞാൻ അങ്ങോട്ട് ചെല്ലുന്നെന്ന് പറഞ്ഞാല് ഓക്ക് സന്തോഷമാവും. പണ്ട് കിട്ടാത്തതിന്റെ ദേഷ്യവും മാറും. അന്റെ കുടുംബം കലങ്ങിയത് കേട്ടാല് എങ്ങനെയാ പാത്തു ഓള് സന്തോഷിക്കുക? ഒരു നാത്തൂന് നല്ല വരുന്നേ മറ്റേ നാത്തൂന് ഇഷ്ടമില്ല. ഉപ്പാ
ഇന്റെ ഉപ്പാന്റെ ഫോട്ടോ ദാ പത്രത്തില്. എവിടെ അജ്ഞാത ജഡം കണ്ടെത്തി. അതല്ല ഉമ്മ, ഇതാ ഇവിടെ നോക്ക്. ആ ജഡത്തിന്റെ ഫോട്ടോ കണ്ടപ്പോ നിങ്ങളെ തിരിച്ചറിയൽ കാർഡിലെ ഫോട്ടോ മാതിരിണ്ടേ ഇനി. വായിക്കും മോളെ. കളഞ്ഞു കിട്ടിയ 2 ലക്ഷം രൂപ തിരിച്ചേൽപ്പിച്ച് മീൻകാരൻ മൂസ മാതൃകയായി. അത്തിക്കാട് സ്വദേശിയായ രാഘവൻ മാസ്റ്ററിന്റെ 2 ലക്ഷം രൂപയാണ് മൂസ തിരിച്ചേൽപ്പിച്ചത്. ഇതാ ഉപ്പാന്റെ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ. അപ്പൊ 2 ലക്ഷത്തിന്റെ ഉടമ വന്നിട്ടുണ്ടാവും. പോലീസാ വാർത്ത കൊടുത്ത്. ഓ, പത്രത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ കണ്ടാലൊന്നും ഇന്റെ മനസ്സ് മാറൂല. ഉമ്മാക്ക് നരിക്കുന്നീന്ന് ഫോണ്. അങ്ങോട്ട് കൊടുക്കരുത്, അങ്ങനെ എടുത്തോട്. പണ്ടല്ലേലും വെച്ചേ നാത്തൂനാ. ഞാനിപ്പോൾ അവളെ കണ്ടത്. നാത്തൂൻ വിളിച്ച കാര്യം ഞാൻ മുസക്കൈനോട് പറയട്ടോ. പൈസ തീർക്കണ്ടെങ്കി വെച്ച ആരിത് ബാലേട്ടനോ? മൂസയല്ലേ ഇപ്പോഴത്തെ താരം. ക്ഷണിക്കാനാ ഞങ്ങൾ വന്നത്. ഒരുമാ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷികത്തിന് നാടിന് നന്മ ചെയ്തവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ്. മൂസയാണെന്ന് ആദരിക്കപ്പെടുന്ന ആള് അടുത്ത ആഴ്ചയാണ് പരിപാടി. ഫാത്തിമയും കുട്ടികളും എല്ലാരും വരണം. പരിപാടി നമുക്ക് ഗംഭീരാക്കണം. പിന്നില്ലാണ്ട് വരും. വിളയൊക്കെ നാടിന്റെ അഭിമാനല്ലേ. നല്ല കാര്യല്ലേ, നമ്മൾ വരും. കുറച്ചു പേരെയും കൂടി ക്ഷണിക്കാനുണ്ട്. എന്നാ ഞങ്ങള് വരട്ടെ. വിളയുമ്പോ ഒരു പുതിയ സാരി വാങ്ങണോ? ഈറ്റൊന്നും വാങ്ങല്ലേ അന്നേക്ക്. ആ ശരി ശരി. പത്രത്തിൽ ഒരു ഫോട്ടോ, നാടിന്റെ ആദരവ്. നിങ്ങൾക്ക് കാൽ കാച്ചിന്റെ വെല്ലല്ലാത്തൊരു പൂച്ചട്ട് കിട്ടുമ്പോ ഇന്റെ നാത്തൂന്റെ പണ്ടം പോയി. സത്യല്ലേ പത്തോ ഞമ്മക്ക് വലുത്. അതല്ലേ ഞമ്മള് മുറുക്ക പിടിക്കണത്. ആ മുറുക്ക പിടിക്കുമ്പേ ജീവിതം അങ്ങോട്ട് ചോർന്നു പോവും. ഉപ്പ ഇങ്ങോട്ട് ആരോ വരുന്നുണ്ടല്ലോ. ആരാത്? പരിചയമില്ലാത്ത ഒരാളാണല്ലോ. ആരാ മനസ്സിലായില്ല? എന്റെ പേര് രാഘവന്ന. കുറച്ച് ദൂരേന്നാ. അത്തിക്കാട്ട് രാഗമാഷ് എന്ന് നാട്ടുകാർ പറയും. ആ മാസിന്റെ പൈസ ഞമ്മളെ കൈമിൽ വന്നേ, പത്രത്തിൽ വായിച്ചീനി. മോനെ കുടുംബത്തെ ഒന്ന് കാണാൻ വന്ന എല്ലാ ഐശ്വര്യവും ഉണ്ടാവും. കേറിയിരിക്കും മാഷേ. ഇരിക്കുന്നില്ല, ഇച്ചിരി തിരക്കുണ്ട്. ഓ എന്താ ഇതെന്റെ സന്തോഷത്തിനാ. 50,000 രൂപ ഉണ്ട്. അല്ലോ മാഷേ, ഇതൊന്നും വേണ്ട. മാഷ് വന്നില്ലേ, അതെന്നെ സന്തോഷം. അല്ല, അടുത്തും പറ്റി പിരിഞ്ഞപ്പോ കിട്ടിയ കാശും കുറച്ച് പെൻഷൻ കാശും കിട്ടിയപ്പോ ബാങ്കിലിട്ടതാ. മോന് ബിസിനസ്സിൽ ഇറങ്ങാൻ 2 ലക്ഷം വേണമെന്ന് പറഞ്ഞപ്പെടുത്തതാ. ഓനിപ്പോ 1.5 ലക്ഷം ആയാലും മതി. എന്ത് കിട്ടിയാലും കാര്യമില്ല, കടലിൽ കായ കലയ്ക്കാൻ മാതിരിയാ. ഇതെന്റെ സന്തോഷത്തിനാ, പിടിക്കണം. എന്താണ് മാഷങ്ങള്? മാഷ് ചായ ഒന്നും കുടിച്ചില്ല. വേണ്ട, ചായ വേണ്ട, ചായ വേണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. കണ്ടടി, ഇങ്ങനെയാണ് പടച്ചോനൊരൊന്ന് കൊണ്ടുതരിക.